കള്ളുനോട്ട് കൊടുത്തത്. ഈ കുട്ടികളെങ്ങനെ അകത്ത് കയറിയത്? വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ പിള്ളേർ അകത്തങ്ങ് കയറിയതാ. എന്നോട് പറയാ ഇവിടെ എന്തോ തട്ടുന്ന മുട്ടുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന്. പല പല ശബ്ദങ്ങൾ ഇനി ഞാൻ കേൾപ്പിക്കാം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എല്ലാ മഹാ കുരുത്തക്കെട്ട കുട്ടികളാ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അല്ല കൊള്ളാലോ അങ്കിൾ, വയസ്സനായ നിങ്ങൾ ചെറുപ്പക്കാരനായി മാറിയോ? ഞാൻ ചെറുപ്പക്കാരൻ തന്നെയാ. അല്ല നീ എന്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് തല്ലിയല്ലേ? ഇനി നിന്നെ ഞാൻ ശരിയാക്കാതെ വിടില്ല, നോക്കിക്കോ. ഇവന്മാര് ഓടിക്കളഞ്ഞു. വരൂ നമുക്ക് പേടാരാം സാറിനെ ഫോൺ ചെയ്യാം. അപ്പൊ CID-കാരുമായി പേടാരാം ഇങ്ങോട്ട് എത്തും. നീയോ? നിന്നോട് ആരാ പറഞ്ഞത് ഇവിടെ വന്ന് വഴക്കിടാൻ? ആകെ ഒരു തെളിവ് കിട്ടിയിരുന്നു. നീ കാരണം അതിപ്പോ ഇല്ലാതായി. നീ വിചാരിക്കുന്നത് പോലെ ആ ലഡ്ഡു സിംഗിനെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. പക്ഷേ സർ, ഞങ്ങളാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെ ചില തട്ടുമുട്ടു ശബ്ദം കേട്ടു. പക്ഷെ ആ ശബ്ദം എവിടുന്നാ വരുന്നെന്ന് കണ്ടുപിടിക്കാനായില്ല. പക്ഷെ സർ, നിങ്ങൾ ഞങ്ങളെ... ആഹാ, നീ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. എങ്കിൽ എല്ലാവരും ഇവിടുന്ന് പോയിക്കോ, നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ. ഞങ്ങൾ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇനി ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. നിങ്ങൾ ഈ പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആരും തന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല. നിന്റെ കള്ളനോട്ടടിക്കുന്ന താവളം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മര്യാദയ്ക്ക് മറ്റുള്ള താവളങ്ങളുടെ പേരും പറ, ഇല്ലെങ്കിൽ ജയിലിൽ കിടന്ന് നീ ഗോതമ്പരയ്ക്കും. ഞാൻ ഗോതമ്പൊന്നും അരക്കില്ല. ജയിലിൽ കിടന്ന് നീ കരിങ്കല്ല് പൊട്ടിക്കേണ്ടി വരും. ഇല്ല, എനിക്ക് കല്ലൊന്നും പൊട്ടിക്കാൻ കഴിയില്ല. അവിടെ എളുപ്പം ചെയ്യാവുന്ന ജോലിയൊന്നും കിട്ടില്ല സാറേ. അപ്പൊ നീ സമ്മതിച്ചിരിക്കുന്നു നിനക്ക് കള്ളനോട്ടിന്റെ പരിപാടി ഉണ്ടെന്നല്ലേ? പറ. ഇല്ല, ഞാൻ അങ്ങനെ ഒരു കുറ്റവും ചെയ്യില്ല. ഞാനൊരു നേരായ പോലീസ് ഓഫീസറാണ് സാറേ. ഞാൻ നിനക്ക് ഒരു ദിവസത്തിന്റെ സമയം തന്നേക്കാം. വേഗം തന്നെ നിന്റെ സംഘത്തിന്റെയും മറ്റു താവളങ്ങളുടെയും പേര് പറഞ്ഞേ പറ്റൂ, മനസ്സിലായോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സെൻട്രൽ ജയിലിലിട്ട് അടയ്ക്കും കേട്ടോ. സെൻട്രൽ ജയിലോ? നോക്കൂ, നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചു ആ താവളത്തേക്ക് പോകേണ്ടി വരും. കള്ളനോട്ട് അടിക്കുന്ന ഫാക്ടറി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് തീർച്ചയായും ശേഖരിക്കണം. പക്ഷേ ആ CID ഓഫീസർ നിന്നോട് എന്താ പറഞ്ഞേ? അയാൾ പറഞ്ഞതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാ. പക്ഷെ നമ്മൾ ഇപ്പോൾ കുട്ടികളല്ലല്ലോ. എനിക്കെന്തോ ജോലി അത്ര ഇഷ്ടമല്ല. ഇത്രയും പേര് ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ അകത്ത് കയറുന്നത് ശരിക്കും ബുദ്ധിമുട്ടാ. പോണെന്നുള്ളവന് എങ്ങനെങ്കിലും അകത്തേക്ക് പോവാൻ വഴി കിട്ടും രവ. നീ വേണമെങ്കിൽ നോക്കിക്കോ കേട്ടോ. എത്രയും പെട്ടെന്ന് ആ CID-യെ ആ വിവരം അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടെങ്കിലോ. ഹലോ പേടാറാം സാർ. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ കുട്ടി എങ്ങനെ അകത്തേക്ക് കയറി? അവൻ എങ്ങനെ അകത്ത് കയറിയത് അറിയില്ല സാറേ.
ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, എങ്ങും പോയിട്ടില്ല. ഇത്തവണ ഈ കുട്ടി എനിക്ക് നല്ല ഇൻഫർമേഷനാ തന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാരും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേനെ. എന്നാ പറയൂ ശിവ, എങ്ങോട്ടാ പോകേണ്ടത്? ഇങ്ങോട്ട് വരൂ സർ. ബോസേ, ബോസേ, ആ കുട്ടിയാണ് എന്നെയും ലങ്കായെ നന്നായിട്ട് അടിച്ചത്. ശബ്ദം കുറയ്ക്ക്. ഉറക്കെ സംസാരിക്കുന്നവനെ കണ്ടാ എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക്? ഇടിക്കവന്. എന്റെ പേരാണ് അസ്ലീരാം. കള്ളത്തരം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കണ്ടോ കുട്ടി, എല്ലാവരെയും മണ്ടന്മാരാക്കിയില്ലേ? കുട്ടിയൊന്ന് വിളിക്കരുത് ശിവ. ശിവ എന്നാണ് എന്റെ പേര്. ഈ കുട്ടി വലിയവരെക്കാളും കേമനാണല്ലോ. ഇപ്പോഴിവിടുന്ന് മിണ്ടാതെ പോകുന്നതാ ബുദ്ധി. സാറിന് ഫോൺ ചെയ്ത് ലഡു സിംഗ് സാറിനെ ഉടനെ വിടാൻ പറയൂ. എല്ലാ രഹസ്യങ്ങളും വേഗം പറയൂ. വേണ്ട, അവനെ എന്റെ അടുത്തേക്ക് വിട്ടേക്കുന്നേ. അവന് ഞാനൊരു പാഠം പഠിപ്പിക്കാം. വിട്ടേ. നീ എന്നെ അടിക്കുവല്ലേ? അല്ലാതെ പിന്നെ നീയാണോ എന്നെ അടിക്കാൻ പോണത്? നീ എന്നെ അടിക്കുവെന്നാ ചോദിച്ചത്. ഇല്ല, നീ എന്നെ കൊണ്ട് ഗോതമ്പ് അരപ്പിക്കുന്ന് പറഞ്ഞതല്ലേ? എന്നെ കൊണ്ട് കല്ല് പൊട്ടിപ്പിക്കുന്ന് പറഞ്ഞതല്ലേ? നീ എന്നെ അടിക്കേ. നീ അടിക്കേ. ഏതോ എന്നെ ഒന്ന് അടിക്കാൻ. അല്ല, ഇതെന്താ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെയാണ് വാക്കുതർക്കം ഉണ്ടാക്കുന്നത്? ലഡു സിംഗ് സാറിന് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇയാളെ ശരിയാക്കിക്കോളാം. കണ്ടോ 500 നോട്ട്?
ദുഷ്ടനായ കള്ളനോട്ടടിക്കാരാ. ഇപ്പൊ ഞാൻ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് നിന്നെ കൊണ്ട് ഗോതമ്പ് അരിപ്പിക്കട്ടെ. എന്നിട്ട് അവിടുത്തെ കല്ലും പൊട്ടിപ്പിക്കാം. എന്തേ? വന്നേ, വന്ന് തല്ലിയേ, വരാൻ വന്നേ. എന്നാ പിടിച്ചോ. തല്ലേ.